നിനക്ക് ചുംബിക്കാൻ അറിയില്ലേ കാശി? പ്രണയിനി നീയുടെ ചോദ്യം കേട്ട് അവൻ അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. കാശിയുടെ ഫോണിൽ തലേന്നത്തെ അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ കാണുകയായിരുന്നു അവൾ. മുഖമുയർത്തി അവനെ നോക്കി. എന്താടാ നീയൊന്നും പറയാത്തത്? പ്രണയത്തിലായിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. സത്യത്തിൽ ഇതുവരെയും താൻ അവളെ ചുംബിച്ചിട്ടില്ല. എന്തിനേറെ അവളുടെ അടുത്തൊന്ന് ചേർന്നിരുന്നിട്ട് കൂടിയില്ല. അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ചോദ്യം? അവൻ്റെ തൊണ്ടയിലെ ഉമിനീർ പറ്റി. നിനക്കിപ്പോ ചുംബനം വേണോ? അവൻ അവളോട് ചോദിച്ചു. പോടാ. അവൾ അവൻ്റെ തോളിലടിച്ചു. ഇങ്ങ് നോക്കിക്കേ, നീ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മ എത്ര സ്നേഹത്തോടെയാണ് നിന്റെ കവിളിൽ ഉമ്മ വെച്ചത്. എത്ര സ്നേഹവും വാത്സല്യവും അഭിമാനവും ഒക്കെയാണ് ആ മുഖത്ത്. അവർ അമ്മയായ ദിവസം കൂടിയായിരുന്നല്ലോ ഇന്നലെ. എന്നിട്ടും നീ അമ്മയ്ക്കൊരു ഉമ്മ പോലും തിരിച്ചു കൊടുത്തില്ല. എന്തിനേറെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നു കൂടിയില്ല. അപ്പുറത്ത് നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തും എന്തൊരു സന്തോഷമാണ്. അച്ഛൻ നിനക്ക് കേക്ക് വായിൽ വെച്ചത് കഴിഞ്ഞിട്ട് നിന്നെ നോക്കുന്ന ഒരു നോട്ടം കണ്ടോ? എൻ്റെ കുഞ്ഞ് ഇത്രയും വലുതായി, എനിക്കൊപ്പം അവനും വളർന്നു എന്നല്ലേ ആ കണ്ണുകളിലെ ഭാവം? അവൻ ഫോണിലേക്ക് നോക്കി. ശരിയാണ്, അച്ഛൻ്റെ കണ്ണുകൾ തന്നിലാണ്. നീ എന്താടാ അവർക്കൊരു ചുംബനം പോലും കൊടുക്കാത്തത്? അവൻ ഉത്തരമുണ്ടായിരുന്നില്ല. നീയുടെ അമ്മാവൻ മരിച്ചതുകൊണ്ട് അവൾ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് അവളെ കാണിക്കാനായി എടുപ്പിച്ച വീഡിയോ ആണിത്. ദാ ബസ് വന്നു, വാടാ, നീയ പറഞ്ഞു. അവർ ഓടിച്ചെന്ന് ബസ്സിൽ കയറി. വീട്ടിലെത്തിയിട്ടും കാശിയുടെ മനസ്സിൽ നീയ ചോദിച്ച ചോദ്യമായിരുന്നു, എന്താണ് അച്ഛനും അമ്മയ്ക്കും താനൊരു ഉമ്മ പോലും കൊടുക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ താൻ മുതിർന്നതിൽ പിന്നെ അവരുമായി അധിക സമയം ചിലവിടാറു കൂടിയില്ല. അല്പം വളർന്നു കഴിഞ്ഞപ്പോൾ മുതൽ താൻ മറ്റൊരു ലോകത്തിലാണ്. താൻ, തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ സ്വാതന്ത്ര്യം, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അധിക സമയം ഇരിക്കാറൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ പോലും അച്ഛൻ്റെ ഒപ്പം ഇരിക്കാറില്ല. ബഹുമാനം കൊണ്ടാണോ അതോ സ്നേഹക്കൂടുതൽ കൊണ്ടാണോ എന്താണെന്നറിയില്ല. അച്ഛനുമായ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മയോട് പിന്നെയും കുറച്ചെങ്കിലും സംസാരിക്കും. എങ്കിലും അമ്മയെപ്പോലും ഒന്ന് ചുംബിച്ചിട്ട് കാലം എത്രയായി? തന്നോടുള്ള സ്നേഹം കുറയാതിരിക്കാനാണ് മറ്റൊരു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചത് എന്ന് അമ്മ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ടും താൻ അവരെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്, മറ്റാർക്കും അറിയില്ലെന്നേ ഉള്ളൂ. മനസ്സ് നിറച്ചു അവരോടുള്ള സ്നേഹമാണ്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും അമ്മമാരോടും അച്ഛന്മാരോടും അല്ലല്ലോ കൂടുതൽ ഇടപെടകുന്നത്. അവരുടെ സ്നേഹം അനുഭവിക്കാൻ നിന്നുകൊടുക്കാനും അവരോട് സ്നേഹം കാണിക്കാനും എന്തോ ഒരു മടി. എന്താണ് അങ്ങനെ? ഈ ലോകത്തിൽ എന്നെ മറ്റാർക്കും ഇത്ര സ്നേഹിക്കാൻ കഴിയില്ല. എന്നിട്ടും എന്താ താൻ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്തത്? അറിയില്ല, ഒന്നും അറിയില്ല. അവൻ പതിയെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ തനിക്കുള്ള ചായ എടുക്കുകയാണ്. അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്താലോ? അവന് ചെറിയൊരു മടി തോന്നി. എങ്കിലും ദാ ചായ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് ചായ അമ്മ നീട്ടിയപ്പോൾ അവൻ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോയി. അമ്മയുടെ കണ്ണുകളിൽ സ്നേഹനീർ നിറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവനൊരു ചുംബനം തരുന്നത്. അവൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കാത്ത, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കാത്ത അമ്മയും അച്ഛനുമാണ് തങ്ങൾ. എന്നിട്ടും ഒരു പ്രായമെത്തിയപ്പോൾ അവൻ ഞങ്ങളിൽ നിന്നും അകന്നു. തനിക്കത് വലിയ വിഷമമായിരുന്നു. എടീ, കുട്ടികൾ വളർന്നാൽ അങ്ങനെയായെന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ ആശ്വസിപ്പിക്കും. അദ്ദേഹം പറയും, കുട്ടികൾ മുതിർന്നാൽ അവരെ പിടിച്ചു വെക്കാൻ നോക്കരുത്, എപ്പോഴും അവരുടെ പിന്നാലെ നടക്കരുത്. ഈ പ്രായത്തിൽ അതൊക്കെ അവർക്കൊരു ശല്യമായിട്ടേ തോന്നൂ. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ജീവിതത്തിലെ തെറ്റും ശരിയും സ്വയം മനസ്സിലാക്കി തിരുത്തട്ടെ എന്ന്. ഇപ്പോൾ മനസ്സിനൊരാശ്വാസം. അന്ന് രാത്രി അല്പം വൈകിയാണ് അച്ഛനെത്തിയത്. ക്ലബിൻ്റെ വക ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു എന്ന്. എടി, ഞങ്ങളുടെ ടീമാണ് ജയിച്ചതെന്നും പറഞ്ഞ് അച്ഛൻ വന്നപ്പോൾ കാശി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അമ്മേ, ദേ അച്ഛൻ്റെ ടീമാണ് ജയിച്ചതെന്ന്. ഒരു നിമിഷം പകച്ചു നിന്നിട്ട് അയാളും മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു. തൻ്റെ മകൻ തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുകയാണ്. അയാളുടെ മനസ്സ് നിറഞ്ഞു, കണ്ണുകളും. അവനെ ആദ്യമായി കയ്യിൽ കിട്ടിയ നിമിഷം അയാൾക്ക് ഓർമ്മ വന്നു. കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി തന്നെ ആദ്യം നോക്കിയ ആ നോട്ടം. അയാൾ കാശിയുടെ നെറുകയിൽ ചുംബിച്ചു. അന്ന് ആദ്യമായി അവനെ ചുംബിച്ചപ്പോൾ തോന്നിയതുപോലെ സ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുകയാണ്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ചുംബനം അത് നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾ നൽകുന്ന ചുംബനമാണ്. കാമുകനെ, കാമുകിയെ, ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ ഒക്കെ ഒരു മടിയുമില്ലാതെ ചുംബിക്കാൻ കഴിയുമ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മൾ മറക്കാറില്ലേ അച്ഛനെ ഒന്ന് ചുംബിക്കാൻ, അമ്മയെ ഒന്ന് ചുംബിക്കാൻ? ഭൂമിയിൽ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കും നമ്മളെ അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കാനാവില്ല. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഉമ്മ വയ്ക്കാൻ ഒട്ടും മടിക്കേണ്ടതില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.